വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദ ഫ്യൂൽ ചേട്ടാ 613. ഡിസംബറൊക്കെ കഴിഞ്ഞിട്ട് നല്ലൊരു തണുത്ത ജനുവരി വീക്കെൻഡാണ് എവിടേക്കെങ്കിലും ഒന്ന് ട്രിപ്പ് പോകണമെന്ന് വിചാരിച്ചത്. അങ്ങനെ ഒരിക്കൽ പോയ ഒരു ട്രിപ്പിൻ്റെ ഭാഗങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത്. അതുമാത്രമല്ല, ഈ ഒരു വീഡിയോ മറ്റ് സവിശേഷതകൾ കൂടിയുണ്ട്. കാരണം എന്താ വെച്ചാൽ, എൻ്റെ ഈ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷം നിറഞ്ഞ കുറച്ച് നിമിഷങ്ങൾ സമ്മാനിച്ച ദിനങ്ങളാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ഒരു റൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള ടു ബാംഗ്ലൂർ ആയിരുന്നു. ചാനലിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കാലം 2020 പോകണം. എന്ത് ചെയ്യണമെന്നോ എങ്ങനെ ചെയ്യണമെന്നോ യാതൊരു തരത്തിലുള്ള ഐഡിയ കാര്യങ്ങളൊന്നും എനിക്കുണ്ടായിരുന്നില്ല. എന്ത് വീഡിയോ ആണ് ഈ ഒരു ചാനലിലൂടെ നീ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട് പല തവണകളിലായിട്ട്. എന്താണ് നിൻ്റെ കോണ്ടൻറ്റ്? പക്ഷേ എനിക്ക് യാതൊരു തരത്തിലുള്ള ഐഡിയ ഉണ്ടായിരുന്നില്ല. ആ ഒരു സമയത്ത് ഞാൻ ഒരു യാത്രയ്ക്ക് പോയി ആ ഒരു വീഡിയോ പോകുന്ന യാത്ര ചെയ്യുന്ന ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തിടാനുള്ള ഒരു ഗാഡ്ജറ്റ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതേ ചൊല്ലിയിട്ട് ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനൽ എന്നുള്ള ആ ഒരു ആഗ്രഹം ഞാൻ അവിടെ മണ്ണിട്ട് കുഴിച്ചു മൂടി. എന്നിരുന്നാൽ പോലും 2022-23 കാലഘട്ടമായപ്പോഴത്തേക്കും ഏത് തരത്തിലുള്ള ആശയങ്ങളായിട്ടാണ് മറ്റുള്ളവരിലേക്ക് എത്തിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളിലൊക്കെ കുറച്ചും കൂടി ഒന്ന് ശ്രദ്ധ കൊടുക്കാനായിട്ട് ശ്രമിച്ചു. കാരണം അതും ഇതും ഇടാതെ എന്തെങ്കിലും ഒരു സ്ഥിരമായിട്ട് ഒരു കോണ്ടൻറ്റ് തന്നെ എൻ്റെ ചാനലിൽ കൂടി ആൾക്കാർ കാണണം എന്നുള്ളൊരാഗ്രഹമൊക്കെ എനിക്കുണ്ടായിരുന്നു. കോണ്ടൻറ്റ് എങ്ങനെയാണ് ഫിക്സ് ചെയ്തത് എന്ന് പറയുന്നതിന് മുന്നേ എൻ്റെ പാഷനെ പറ്റി അറിയണം, അതുപോലെ തന്നെ എൻ്റെ പ്രൊഫഷനെ പറ്റി അറിയണം. പ്രൊഫഷൻ എന്നത് ഞാൻ എൻ്റെ ഡിഗ്രി കാലഘട്ടം കഴിഞ്ഞതിന് ശേഷമാണ് എൻ്റെ പ്രൊഫഷൻ എന്ത് വേണമെന്ന് ഞാൻ തിരഞ്ഞെടുക്കുന്നത്. കോയമ്പത്തൂർക്ക് 323 കിലോമീറ്റർ കൂടിയുണ്ട്. തമിഴ്നാട് കർണാടക ബോർഡർ. പെട്രോൾ പമ്പ് പെട്രോള് നമുക്ക് ഏകദേശം ഫ്യൂലപ്പ് ചെയ്യാനുള്ളതായിട്ടുണ്ട്. കാരണം ഹാഫ് ടാങ്ക് പെട്രോളായി. അപ്പോൾ ഫ്യൂലപ്പ് ചെയ്തു, എയർ ചെക്ക് ചെയ്തു, കാര്യങ്ങളെല്ലാം ഓക്കെ ആക്കി. ഇനിയിപ്പോൾ നമുക്ക് 480 കിലോമീറ്റർ കൂടി ഉണ്ട് നമ്മുടെ നാട്ടിലേക്ക്. അപ്പോൾ ഇനിയിപ്പോൾ ഒറ്റ സ്ട്രെച്ചിലുള്ള ഒരു യാത്രയാണ്. ഇവിടുന്ന് നമുക്ക് സേലത്തേക്ക് 162 കിലോമീറ്റർ യാത്ര ചെയ്യാനുണ്ട്. ഞാനിപ്പോൾ കർണാടക കഴിഞ്ഞു തമിഴ്നാട്ടിലേക്ക് കടന്നിരിക്കുകയാണ്. അത്യാവശ്യം കിലോമീറ്റർ, കാരണം നമ്മളിപ്പോൾ കേരള ബാംഗ്ലൂർ റൈഡ് എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഒരു 150 കിലോമീറ്റർ മാത്രമാണ് നമ്മൾ കേരളത്തിൽ കൂടി യാത്ര ചെയ്യണേ. അതുപോലെ തന്നെ ഒരു കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു 60-70 കിലോമീറ്റർ മാത്രമാണ്, 60 കിലോമീറ്റർ പോലും ഇല്ല, ഒരു 40 കിലോമീറ്റർ മാത്രമാണ് നമ്മൾ കർണാടകയിൽ കൂടി യാത്ര ചെയ്യുന്നത്. ബാക്കി കംപ്ലീറ്റ് റൈഡ് ഫുള്ളും നമ്മൾ യാത്ര ചെയ്യുന്നത് തമിഴ്നാട്ടിൽ കൂടിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻ്റെ പാഷനും പ്രൊഫഷനും കാര്യങ്ങളെ ഞാൻ തിരഞ്ഞെടുത്ത കാര്യം പറഞ്ഞത്, ഏത് പ്രൊഫഷൻ വേണമെന്നുള്ളത് ഞാൻ എൻ്റെ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ തീരുമാനിച്ചത്. അങ്ങനെയാണ് ഞാൻ ഈ ഒരു മെക്കാനിക്കൽ ഫീൽഡിലേക്ക് വരുന്നത്. മെക്കാനിക്കൽ ഫീൽഡിലേക്ക് വന്നതിന് ശേഷം ഞാൻ അല്ലറ ചില്ലറ വീഡിയോസുകൾ ഞാൻ ഇതിലിടുമെങ്കിലും ബട്ട് അത്ര പ്രോപ്പർലി എങ്ങനെ ഞാൻ മുന്നേ പറഞ്ഞായിരുന്നു എനിക്ക് എങ്ങനെ വീഡിയോസ് ഇടണം, അല്ലെങ്കിൽ ഏത് തരത്തിൽ എപ്പോൾ ഇടണം എന്നുള്ള കാര്യങ്ങൾക്ക് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, അല്ലെങ്കിൽ അറിയില്ല എന്ന് വേണം പറയാനായിട്ട്. എൻ്റെ പ്രൊഫഷനും എൻ്റെ പാഷനും കൂടി കൂട്ടിച്ചേർത്തിട്ട് ഒരു കോണ്ടന്റ് ആക്കി കഴിഞ്ഞാൽ ആ ഒരു കോണ്ടന്റ് ഫിക്സ് ചെയ്യാം എന്ന് ഞാൻ വിചാരിച്ചു. എൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് മെക്കാനിക്കൽ ആണെന്നുണ്ടെങ്കിലും എൻ്റെ പാഷൻ എന്ന് പറയുന്നത് യാത്ര പോവുക. അത് ഒട്ടും പ്ലാനിങ് ഒന്നുമില്ലാതെ അൺപ്ലാൻഡ് ആയിട്ടുള്ള രീതിയിൽ എവിടെയെങ്കിലും യാത്ര പോവുക. അതായത് നമ്മുടെ കേരള ബാംഗ്ലൂർ യാത്രയിൽ കേരളത്തിലെ റോഡ് ഒന്ന് കടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട് കർണാടക റോഡ് എന്ന് പറയുന്നത് സൂപ്പർ റോഡുകളാണ്. 6 ലൈൻ റോഡുകളായതുകൊണ്ട് തന്നെ നമുക്ക് വേറെ ടെൻഷൻസ് കാര്യങ്ങളൊന്നുമില്ല. കുറുകെ ഏതെങ്കിലും ഒരു വണ്ടി വരുന്നോ അങ്ങനെയുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. അതുകൊണ്ട് തന്നെ നല്ല നോർമലായിട്ട് തന്നെ നല്ല രീതിയിൽ നമുക്ക് ക്രൂസ് ചെയ്ത് പോകാൻ പറ്റുന്ന തരത്തിലുള്ള റോഡുകളാണ് തമിഴ്നാട് കർണാടക എന്ന് പറയുന്നത്. പക്ഷേ ചില ഭാഗങ്ങളിൽ നമ്മുടെ കേരളത്തിലെ റോഡിനെ അനുസ്മരിപ്പിക്കും വിധം ഗൃഹാതുരത്വം തുളുമ്പുന്ന തരത്തിലുള്ള ചെറിയ റോഡുകൾ നമ്മുടെ ഈ തമിഴ്നാട്ടിലും കർണാടകയിലും ഉണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും അത്ര അടിപൊളി റോഡുകളാണ് നമ്മുടെ തമിഴ്നാട് കർണാടക റോഡ് എന്ന് പറയുന്നത്. 200 കിലോമീറ്ററിൻ്റെ ആ ഒരു യാത്രയ്ക്ക് ശേഷം വണ്ടിക്ക് ഒരു റെസ്റ്റ് വേണം. അതുപോലെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു നമ്മുടെ ശരവണഭവ ഹോട്ടൽ കിട്ടി. അപ്പോൾ അവിടെ ഒന്ന് ചവിട്ടിയിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ നമുക്ക് കഴിഞ്ഞിട്ട്. ഇനിയൊരു 456 കിലോമീറ്റർ കൂടി ഉണ്ട് നമ്മുടെ നാട്ടിലേക്ക്. അപ്പോൾ ഇവിടുന്ന് കുറച്ച് ഓടാനുണ്ട്. ഒറ്റ സ്ട്രൈറ്റ് ഹൈവേ ആണ്.
അപ്പം പിന്നെയുള്ള ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് അടുത്ത് കുറച്ചൊന്ന് ഓടി കഴിഞ്ഞതിന് ശേഷം നമുക്ക് സംസാരിക്കാം. അങ്ങനെ നീണ്ട നേരത്തെ യാത്രക്കൊടുവിൽ കോയമ്പത്തൂർ റീച്ച് ചെയ്തു. ഒരു നല്ലൊരു ഭക്ഷണം കഴിച്ചിട്ട് ഒരു വെജ് റെസ്റ്റോറൻറ്റിൽ നിന്ന് ഒരു മസാല ദോശ കഴിച്ചിട്ട് നമ്മുടെ നാട്ടിലേക്കുള്ള യാത്ര ചെയ്യുകയാണ്. പിന്നെ ഇനിയിപ്പോൾ മാപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല. കോയമ്പത്തൂർ ടു നമ്മുടെ നാട്ടിലേക്ക് അധികം ഇന്ന മാപ്പ് എന്നിട്ട് പോകണമെന്നൊന്നുമില്ല. ജസ്റ്റ് സ്ട്രൈറ്റ് റോഡാണ്. ഇനി ഇവിടുന്ന് ഒരു ഏകദേശം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു 7 മണി 8 മണിയാകുമ്പോഴത്തേക്ക് ഞാൻ ഏകദേശം നമ്മുടെ നാട്ടിലേക്ക് റീച്ച് ചെയ്യും. നിലവിൽ നമുക്ക് ബാംഗ്ലൂർ പോകാനായിട്ട് ഒന്ന് വയനാട്, പിന്നെ നമ്മുടെ ഈ സേലം റൂട്ട്. ഞാനിതിൽ കൂടുതലും ഞാൻ പോകുന്നത് ഈ ഒരു സേലം റൂട്ട് വഴിയാണ് ഞാൻ പോകാറ്. കാരണം എന്താ വെച്ചാൽ കിലോമീറ്റർ കുറവാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ. പക്ഷെ ടൈം ഒരുപാട് സ്പെൻഡ് ചെയ്യുന്ന ആ ഒരു സ്ഥലത്ത് കൂടി പോകുമ്പോഴാണ്, ഹസൻ കയറി പോകുമ്പോഴാണ് നമുക്ക് കൂടുതൽ ടൈം വേണ്ടി വരുന്നത്. കാരണം ഹൈ റേഞ്ച് ഏരിയ ആയതുകൊണ്ട് ഒരുപാട് സമയത്തിൻ്റെ ആവശ്യമുണ്ട്. ഈ ഒരു റൂട്ടാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ നിസ്സാര സമയം കൊണ്ടാണ് ഞാനിപ്പോൾ സേലത്ത് നിന്ന് കോയമ്പത്തൂർ എത്തിയത്. അല്ലെങ്കിൽ 2-3 മണിക്കൂറായിട്ട് വേണ്ടി വന്നുള്ളൂ. അത്ര നല്ല റോഡാണ്. നല്ല ഇടക്ക് റോഡ് കൺസ്ട്രക്ഷൻസ് കാരണം ഡൈവേർഷൻസ് ഉണ്ടെങ്കിലും നല്ല രീതിക്ക് നമുക്ക് വെച്ച് കയറി പോരാൻ പറ്റുന്ന, അതായത് ഹൈ സ്പീഡിൽ നമുക്ക് ക്രൂസ് ചെയ്ത് പോരാൻ പറ്റുന്ന റോഡുകളാണ് ഹൊസൂർ ടു സേലം ഉള്ളത്. പിന്നെ ബോർഡർ നമ്മൾ കടക്കാറായിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കേരള. അവിടെ നമ്മുടെ മച്ചന്മാരുണ്ട്. ഇനി തൊട്ട് പേടിക്കേണ്ട ആവശ്യമുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ പേടിക്കേണ്ട ഒരു ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നൊരു സ്ഥലം കണ്ടു കഴിഞ്ഞാൽ പൊതുക്കിയതാണ്. പക്ഷെ തലയും കുത്തി വീണ് വണ്ടിയുടെ ലിവറൊന്ന് വളഞ്ഞ് എൻ്റെ വെയിറ്റ് ആകെ ഷോക്കായി. എന്ത് ചെയ്യാം, പോട്ടെ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇതോടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ബാംഗ്ലൂർ ടു കേരള എന്ന് പറയുന്ന ഒരു വീഡിയോ ഞാൻ അവിടെ വെച്ചിട്ട് വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇപ്പോൾ നമ്മൾ കേരളത്തിലേക്ക് കടന്നു. ഇനിയിപ്പോൾ ക്യാമറയും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത് ഇല്ലീഗലാണല്ലോ. സോ അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസുകളായിട്ട് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ എന്നെ ഇപ്പോഴും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ നല്ലവരായിട്ടുള്ള സബ്സ്ക്രൈബേഴ്സിന് ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ഈ ഒരു യാത്ര മുന്നോട്ട് പോവാണ്. അപ്പം ഇനിയും കാണുന്നവരെ സൈനിങ് ഓഫ് ദ ഫ്യൂൽ ഇഞ്ചക്ടർ 613. സ്റ്റേ ട്യൂൺ. ബൈ.